എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈവേ ഫ്രണ്ടേജിലുള്ള ഒരു മനോഹരമായ വീടാണ്. അത് രണ്ട് നിലയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീട്. പാലക്കോട്ടയം മെയിൻ ഹൈവേ സൈഡിൽ തന്നെ ഇരിക്കുന്ന ഒരു കിടിലം പ്രോപ്പർട്ടി. സൂപ്പർ മാർക്കറ്റുകൾ, പെട്രോൾ പമ്പ്, ഹോസ്പിറ്റൽ, ആരാധനാലയം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയാണിത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് 9.5 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്. രണ്ട് നിലകളെ പണികഴിപ്പിച്ചിരിക്കുന്ന വീടിന് 3 ബെഡ്റൂമുകളുണ്ട്, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകളും കൂടാതെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. അതുപോലെ തന്നെ വലിയ ഹാളുകൾ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. സ്വന്തമായിട്ട് നിർമ്മിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീടാണിത്. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ വെറും 95 ലക്ഷം രൂപ മാത്രമാണ്. സ്ഥലത്തിൽ തന്നെ സെന്റിന് 8-10 ലക്ഷം രൂപ സെന്റിന് വിലയുള്ള നല്ലൊരു ഏരിയയാണിത്. അപ്പോൾ പാലക്കോട്ടയം മെയിൻ റോഡ് ഫ്രണ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി. നമുക്ക് ഈ വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. ഹൈവേ ഫ്രണ്ടേജിൽ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ വീടാണിത്. പാലക്കോട്ടയം മെയിൻ ഹൈവേ ഫ്രണ്ടേജിൽ തന്നെ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. റോഡ് സൈഡിൽ തന്നെ വീട് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ സൗകര്യങ്ങളെല്ലാം നിറഞ്ഞ മനോഹരമായ വീടാണിത്. നല്ലൊരു തലയെടുപ്പോടുകൂടി നിൽക്കുന്ന അതിമനോഹരമായ 2 നില വീട്. എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണിത്. കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല വീതിയേറിയ ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ഭംഗിയാക്കിയിരിക്കുന്നു. 4 സൈഡും ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. ഒരു 2-3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് വീടിൻ്റെ മുറ്റത്തിനുള്ളത്. നേരെ ഫ്രണ്ടിലെ തന്നെ ഗേറ്റിന് നേരെ മുൻഭാഗത്ത് തന്നെയായിട്ട് കാർ പോർച്ച് നൽകിയിരിക്കുന്നു. 9.5 സെൻറ്റ് സ്ഥലമാണ് ഇവിടെയുള്ളത്. 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ വീടാണ്. സൈഡുകളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തടിയിലാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. നല്ല ഭംഗിയായിട്ട് മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് പാകി വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് കിണറുള്ളത്. ഇവിടെ വെള്ളത്തിനായിട്ട് കിണറുമുണ്ട്, കൂടാതെ ഒരു ബോർവെൽ കൂടിയുണ്ട്. നമുക്ക് ആദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. ഈ ഒരു സൈഡിൽ കൂടി ഒരു പ്രൈവറ്റ് വഴി കടന്നു പോകുന്നു. അങ്ങോട്ടിറങ്ങാനും ഒരു ചെറിയ ഗേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി ഒരു കുഴൽക്കിണർ കൂടിയുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വീടിന് പുറകിലായിട്ട് അത്യാവശ്യം ഒരു കൃഷി സ്ഥലമായിട്ട് നമുക്ക് അത്യാവശ്യം ഏരിയ ഉണ്ട്. ഫലവൃക്ഷങ്ങളൊക്കെ വെക്കാനോ പച്ചക്കറികൾ നടാനൊക്കെ നല്ലൊരു ഏരിയ ഇവിടെ വന്നിരിക്കുന്നു. നല്ല വലിപ്പമുള്ളൊരു വീടാണ്. 2ാം നിലയിൽ പുറവശത്തേക്ക് റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള നല്ലൊരു ഏരിയ വീടിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. പുറവശത്തും നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെയും മൊത്തം ഇൻ്റർലോക്ക് പാകിയിരിക്കുന്നു. ഒരു വർക്ക് ഏരിയ വീടിൻ്റെ പുറവശത്ത് കാണാൻ പറ്റും. എല്ലാ സൈഡുകളും ഇൻ്റർലോക്ക് പാകി ഭംഗിയാക്കിയിരിക്കുന്നു. നമ്മൾ കോമ്പൗണ്ട് ഒന്ന് കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. മനോഹരമായ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നല്ല ഭംഗിയേറിയ വലിപ്പമേറിയ ലിവിങ് ഏരിയയാണ്. ഫർണിച്ചറുകൾ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ലിവിങ് ഏരിയ തന്നെ നമുക്കൊരു പ്രയർ യൂണിറ്റ് കാണാൻ പറ്റും. അതുപോലെ ഒരു പാർട്ടീഷനുണ്ട്. ആ പാർട്ടീഷനെ ചേർത്ത് തന്നെ TV യൂണിറ്റ് കൂടി ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലോറിങ്ങൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. വലിയ ടേബിൾ ഇട്ടാലും നമുക്ക് സ്പേസ് ഉള്ള പോലെ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ വരുന്നു. ഇവിടെയും സീലിംഗ് വർക്കുകളും ഫാനുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. വലിപ്പമുള്ളൊരു കിച്ചണാണ്. ധാരാളം കബോർഡുകളൊക്കെ നൽകിയിരിക്കുന്നു. ഒരു വുഡൻ ഷീറ്റുള്ള ഫ്ലോറിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പെട്രോൾ പമ്പുകൾ എന്നിവയെല്ലാം വളരെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ നമുക്കൊരു വലിയൊരു വർക്ക് ഏരിയ കൂടി ചെയ്തിരിക്കുന്നു. ഇവിടെ സൈഡുകൾ ഗ്രില്ലിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു കിച്ചണും വർക്ക് ഏരിയയുമാണുള്ളത്.
ഈ വീടിന് 3 ബെഡ്റൂമുകളാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് ബേസിനൊക്കെ വെച്ചിരിക്കുന്നു. ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമേറിയ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമുകളിൽ കബോർഡുകളും ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ജനലുകളുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു വാർഡ്രോബ് കാണാൻ പറ്റും. സൈഡിലായിട്ടൊരു സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെയുള്ളത്. താഴത്തെ 2 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതും നല്ല വലിപ്പമേറിയ ബെഡ്റൂമാണ്. ഇതിലും നല്ല വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഈ ഒരു ഭാഗത്തെ സ്റ്റെയർ കേസിൻ്റെ അടിവശത്ത് യൂട്ടിലിറ്റി കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്കൊന്ന് പോകാം. രണ്ടാം നിലയിൽ വലിയൊരു ഹാളും ഒരു ബെഡ്റൂമുമാണുള്ളത്. ഇവിടെ നല്ല വലിയൊരു ഹാളുണ്ട്. നല്ലൊരു ലിവിങ് ഏരിയ പോലെ വലിയൊരു ഹാൾ വന്നിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഒരു ബെഡ്റൂം. ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമാണ്. അതുപോലെ തന്നെ വാർഡ്രോബുകളും ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാർഡ്രോബുണ്ട്. കൂടാതെ ഡ്രസ്സിങ് ഏരിയയിൽ കൂടി വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല 3 പാളിയുള്ള വലിയ വാർഡ്രോബ് കൂടി നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെയുള്ളത്. എല്ലാ ബാത്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ വീടിൻ്റെ പുറവശത്തേക്ക് ഇറങ്ങാം. ഇവിടെ റൂഫിംഗ് ഷീറ്റ് കൊണ്ട് മേഞ്ഞിരിക്കുന്നു. നല്ലൊരു ഏരിയയാണ്. ഡ്രസ്സ് വിരിച്ചിടാനൊക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ഫാൻ കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ലൈറ്റും ഫാനും എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഫംഗ്ഷൻ നടത്താനോ അതല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വിരിച്ചിടാനൊക്കെയുള്ള നല്ലൊരു ഏരിയ ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ബേസിൻ കൂടി ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. വീണ്ടും മുകളിലേക്ക് കയറാനായി ഒരു സ്റ്റെയർ കേസ് കൂടി ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ പുറവശത്തെ ഒരു ഭാഗമാണ്. തെങ്ങും ഫലവൃക്ഷങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. നല്ല അയൽവക്കങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മുൻവശത്തെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയേറിയൊരു ബാൽക്കണി. സൈഡ് മുഴുവൻ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണിത്. മെയിൻ റോഡ് ഫ്രണ്ടേജിൽ സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജിൽ ഇരിക്കുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണിത്. 9.5 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന വീട് 2000 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, കൂടാതെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. കിച്ചണും വർക്ക് ഏരിയയും ഉണ്ട്. മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കിണർ വെള്ളമുണ്ട്. കൂടാതെ ഒരു ബോർവെൽ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ച വീട്. റോഡിന്റെ സൈഡിൽ തന്നെ ഇരിക്കുന്ന മനോഹരമായ വീടാണിത്. നല്ലൊരു ആംബിയൻസ് ഇരിക്കുന്ന മനോഹരമായ വീട്. ഹൈവേ ഫ്രണ്ടേജിലെ വീടുകൾ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ല പ്രോപ്പർട്ടിയാണിത്. ഇവിടെ സ്ഥലത്തിന്റെ വില തന്നെ ഏകദേശം 8 മുതൽ 10 ലക്ഷം വരെ സെന്റിന് വിലയുള്ള ഏരിയയാണ്. വെള്ളപ്പൊക്കം ഒരിക്കലും ബാധിക്കാത്ത നല്ല പ്രദേശമാണ്. അപ്പോൾ 95 ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ വീടിന്റെ വില ചോദിക്കുന്നത്. റെഡി ക്യാഷൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് പറഞ്ഞു തരാം. ലോൺ നമുക്ക് ഫുൾ ലോൺ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ താല്പര്യമുള്ള താഴ്ക്കാണ് നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീട് ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യണം തരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.